നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ, കൺസൾട്ടൻറ്റ് ENT ഹെഡ് ആൻഡ് നെക്ക് സർജൻ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ മുഴകളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരു എൻലാർജ്ഡ് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ വലുപ്പം കൂടി അതിൻ്റെ അകത്ത് സ്വെല്ലിങ്സ്, അതായത് മുഴകൾ വരുമ്പോഴാണ് നമ്മളതിനെ ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. പലപ്പോഴും ഒരു ഫെമിലിയൽ ട്രേറ്റ് കാണാം. ഫാമിലിയിൽ ഒന്നിലധികം മെമ്പേഴ്സിന് ഇതുപോലെ കഴുത്തിൽ മുഴ വരുന്നൊരു സാഹചര്യം കാണാം. മിക്കവാറും കാണുന്ന തൈറോയിഡ് മുഴകൾ ബിനൈൻ മുഴകളാണ്. എന്ന് വെച്ചാൽ നോൺ ക്യാൻസറസ് ലീഷൻസ് ആണ്. ഒരു ചെറിയ ശതമാനം മുഴകൾ മാത്രമാണ് ക്യാൻസറസ് ആയിട്ടുള്ളത്. ഇങ്ങനെ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഒരു മുഴ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് പേഷ്യൻറ്റിന് ഉണ്ടാകാമെന്നത്. ഒന്നൊരു കോസ്മെറ്റിക് കൺസേൺ, ചുറ്റുമുള്ളവർ അന്വേഷിക്കുന്നു ഇതെന്താണ് കഴുത്തിൽ മുഴയുണ്ടല്ലോ എന്നുള്ളത്. രണ്ട്, ഈ സ്വെല്ലിങ്സ്, അതായത് ഈ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള സ്വെല്ലിങ്സ് കാലക്രമേണയാണ് വലുതാകുന്നത്. അത് വളരെ പതുക്കെ ഗ്രാജ്വലി എൻലാർജ് ചെയ്യുന്ന സ്വെല്ലിങ്സ് ആണ്. അതേസമയം ക്യാൻസറസ് ലീഷൻസ് ആണെന്ന് വെച്ചാൽ പെട്ടെന്നുള്ളൊരു ഗ്രോത്ത് ആയിരിക്കും. വളരെ ചുരുക്ക സമയം കൊണ്ട് വലിയ സൈസിലോട്ട് മാറുന്നത് യൂഷ്വലി ഒരു ക്യാൻസറസ് ലീഷൻ്റെ ഒരു സാധ്യത കൂടുതലാണ്. മൂന്ന്, ഇതിനകത്ത് പ്രഷർ സിംറ്റംസ് വരാം. അതായത് മുഴയുടെ സൈസ് കൂടുന്നതനുസരിച്ച് പരിസരത്തുള്ള സ്ട്രക്ചേഴ്സിൻ്റെ പുറത്ത് ഇത് പ്രഷർ അപ്ലൈ അല്ലെങ്കിൽ ഇത് കംപ്രസ് ചെയ്യാം. ഉദാഹരണത്തിന് നമ്മുടെ ഫുഡ് പൈപ്പ് ഈ പറഞ്ഞ പോലെ കഴുത്തിൽ തന്നെ കാണുന്നൊരു സ്ട്രക്ചറാണ്. അപ്പോൾ ഒരു പക്ഷേ ഫുഡ് പൈപ്പിൻ്റെ പുറത്തോട്ടൊരു പ്രഷർ വരുമ്പോൾ പേഷ്യൻസിന് ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തടസ്സം പോലെ അനുഭവപ്പെടാം. അല്ലെങ്കിൽ നമ്മുടെ വിൻ പൈപ്പ്, നമ്മുടെ ട്രക്കിയ, ഇതിൻ്റെ പുറത്ത് കംപ്രഷൻ വരുമ്പോൾ ചിലർക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ യൂഷ്വലി ഒരു പ്രഷർ സിംറ്റമാണ്. അതിന് പുറമെ നമ്മുടെ വോയിസ് ബോക്സിലോട്ടുള്ള ഞരമ്പ് ഈ പറഞ്ഞ തൈറോയിഡ് ഗ്രന്ഥിയുടെ പരിസരത്തൂടാണ് ഓടുന്നത്. അപ്പോൾ എസ്പെഷ്യലി ഒരു ക്യാൻസറസ് ലീഷൻ ആണെന്ന് വെച്ചാൽ പലപ്പോഴും പേഷ്യൻസ് ഒരു വോയിസ് ചേഞ്ച് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആഹാരം കഴിക്കുമ്പോൾ ആസ്പിറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചുമയ്ക്കുക. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനായിട്ട് വരാം. പിന്നെ ക്യാൻസറസ് ലീഷൻസ് ആണെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ നടുഭാഗത്തല്ലാതെ അതിന് പുറമെ കഴുത്തിൻ്റെ സൈഡുകളിലും ഒരുപക്ഷെ പല മുഴകൾ കണ്ടേക്കാം. തൈറോയിഡ് ക്ലാസിക്കലി നമ്മുടെ നെക്കിൻ്റെ സെൻറ്ററിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു ഗ്ലാൻഡാണ്. അപ്പം ഇതിൻ്റെ ആ ഒരു ഏരിയ വിട്ട് പരിസരത്ത്, അതായത് സൈഡിലായിട്ട് ലിംഫ് നോഡ്സ്, വേറെ ചെറിയ ഗ്ലാൻഡുകളുണ്ട്. അതിൻ്റെ ഒരു എൻലാർജ്മെൻറ്റും ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ മെലിഗ്നൻസി അല്ലെങ്കിൽ ഒരു ക്യാൻസർ ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഈ ഒരു പ്രൊഫൈൽ, ഈ പറഞ്ഞ ലക്ഷണങ്ങളായിരിക്കും യൂഷ്വലി നമ്മൾ തൈറോയിഡ് മെലിഗ്നൻസീസിൽ കാണുന്നത്. അതിന് പുറമെ വേറെ ചില മെലിഗ്നൻസീസിൻ്റെ ഭാഗമായിട്ടും നമുക്ക് തൈറോയിഡ് മെലിഗ്നൻസീസ് കാണാം. അതായത് ഒരു സിൻഡ്രോമിക് അസോസിയേഷൻ എന്ന് പറയും. ഒന്നിലധികം ട്യൂമേഴ്സ് ശരീരത്തിൽ വരാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതിനകത്ത് നമ്മൾ പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട ഒരു ഇവാലുവേഷൻ തീർച്ചയായിട്ടും ബ്ലഡ് ടെസ്റ്റുകൾ ചെക്ക് ചെയ്യണം. ബ്ലഡ് ലെവൽസ് നോക്കണം, ഹോർമോണൽ ലെവൽസ് നോർമൽ ആണോ അല്ലയോ എന്നുള്ളത് നോക്കണം. അതിന് പുറമെ നമ്മൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ഓഫ് ദ തൈറോയിഡ് ചെയ്തിരിക്കണം. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റേഡിയോളജിക്കൽ ഇവാലുവേഷൻ. ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ നമുക്ക് ഇതിനകത്ത് എത്ര മുഴകളുണ്ട്, എവിടൊക്കെയാണ് തൈറോയിഡിൻ്റെ ഏതൊക്കെ ഭാഗത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത്, അതിന് പുറമെ ഈ ഓരോ സ്വെല്ലിങ്സിൻ്റെ ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അതായത് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടെ ഇതിനൊരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. അതിനെ നമ്മൾ തൈറോയിഡ്സ് ഗ്രേഡിംഗ് എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മുഴയിൽ കാണുന്ന ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് 1 തൊട്ട് 6 വരെ ഉള്ള ഒരു ഗ്രേഡിംഗ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇൻ ജനറൽ 1, 2, 3, 4 കാറ്റഗറിയിൽ വരുന്ന സ്വെല്ലിങ്സ് യൂഷ്വലി വലിയ പ്രോബ്ലംസ് ഇല്ലാത്തതാണ്. 5ഉം 6ഉം യൂഷ്വലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സ്വെല്ലിങ്സ്, അതായത് ക്യാൻസറസ് ലീഷൻസ് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. 1, 2, 3 കാറ്റഗറി വരുന്ന മിക്കവാറും സ്വെല്ലിങ്സ് ബിനൈൻ ലീഷൻസ് ആണ്. 4 ഒരു ബോർഡർ ലൈൻ സിനാറിയോ ആകാം. ഈ അൾട്രാസൗണ്ട് ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംശയം തോന്നുന്ന നോഡ്യൂൾസ് അല്ലെങ്കിൽ മുഴകളിൽ നിന്ന് നമ്മൾ FNAC എന്നൊരു ടെസ്റ്റ് നിർദ്ദേശിക്കാറുള്ളത്. FNAC എന്താണെന്ന് വെച്ചാൽ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയും. നമ്മൾ ഈ മുഴകളിൽ നിന്ന് നീഡിൽ പാസ് ചെയ്ത് മെറ്റീരിയൽസ് ആസ്പിറേറ്റ് ചെയ്തിട്ട് അത് സ്റ്റഡി ചെയ്യുകയാണ്. അപ്പം FNAC ടെസ്റ്റ് വഴി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമായിട്ടുള്ള സെൽസ് നമ്മൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്നാൽ ഇതിൻ്റെ ഒരു റിലയബിലിറ്റി ഒരു 70% ഉള്ളൂ. അപ്പം അൾട്രാസൗണ്ട് റിപ്പോർട്ട്, ബ്ലഡ് ടെസ്റ്റ്, FNAC, ഈ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ് ഇങ്ങനത്തെ തൈറോയിഡ് സ്വെല്ലിങ്ങിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു.